ഇത് 2.5 മീറ്റർ വരുന്ന ഒരു നൈറ്റി തുണിയാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഒരു ഷോർട്ട് കുർത്തി എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് പാർട്ടാണ്. അപ്പൊ ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന തുണി ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ ബാക്ക് സൈഡിലാണ് വരയ്ക്കുന്നത്. അപ്പൊ ഇത് എടുത്തിരിക്കുന്ന ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ് കേട്ടോ. 16 ഇഞ്ച് നീളത്തില് ആണ് എടുത്തിരിക്കുന്നത്. 16 വീതിയായിട്ട് വരുന്നത്. നമുക്കത് വീതിയായിട്ട് വരുന്നത്. അപ്പൊ ഇനി ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഒരു 1/2 ഇഞ്ച് വിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പ് ആകാം. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വെറുതെ വരച്ചു കൊടുക്കാണ്ട്. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ലെവലിൽ വെച്ചിട്ട് ഒരു വരയൊന്ന് വെറുതെ വരച്ചു കൊടുക്കാം. നമുക്കൊരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെട്ടുമ്പോൾ കട്ട് ചെയ്ത് പോയി പല ഭാഗങ്ങളും ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 34 ചെസ്റ്റ് റൗണ്ട് വരുന്ന ഒരു കുട്ടിയുടെ ഡ്രസ്സാണ് കേട്ടോ. അപ്പം 34 ചെസ്റ്റ് റൗണ്ട് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഷോൾഡർ വന്നിരിക്കുന്നത് 14 ആണ്. 14ന്റെ പാതി 7 ആണ് വരുന്നത്. അപ്പം നമ്മളിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മൾ ബാക്ക് ലെങ്ത് 3 ഇഞ്ചിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 6.75 ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഷോൾഡർ 7 ആണ്, 6.75 മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കുട്ടിയുടെ ആം ലെങ്ത് വരുന്നത് 6 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ 6.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാണ്. കറക്റ്റ് 6 എടുത്ത കറക്റ്റ് ഭാഗമായിരിക്കും. ഇനി നമ്മളിതൊന്ന് കറക്റ്റ് ലെവൽ ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. ഇതും അതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ചെസ്റ്റ് ലൈൻ വരുന്നത്. 34ന്റെ 4/1 പറയുന്നത് 8.5 ആണ്. അപ്പൊ 8.5 നമ്മളിവിടെ മാർക്ക് ചെയ്യാം. 8.5 നമ്മളിവിടെ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ വിട്ടിട്ടുണ്ട്. 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും വിട്ടിട്ടുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പും വിട്ടിട്ടുണ്ട്. മൊത്തം 1.5 ഇഞ്ച് കേട്ടോ. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. ലൂസായിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ എല്ലാത്തിലും ചെയ്യണം ലൂസായിട്ട്. തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് 1 ഇഞ്ചാണ്. ഇനി നമ്മള് നിപ്പിൾ പോയിന്റിന്റെ മാർക്ക് ചെയ്യണം. ഓരോരുത്തരുടെ ബോഡിയിൽ നിന്നും ഓരോ ലെങ്ത് ആയിരിക്കും കിട്ടുക. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് 9 ആണ് വരാം. 34നൊക്കെ നിപ്പിൾ പോയിന്റ് വരുന്നത് 9-ലായിരിക്കും. നമ്മളതപ്പോ ഒരു 9.5 വെച്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ലെവൽ ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. അതാണ് ബ്രസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് 34 തന്നെയാണ് ലെങ്ത് വരുന്നത്. അപ്പൊ ചിലവർക്ക് ബ്രസ്റ്റ് കൂടുതലുണ്ടായിരിക്കും. അപ്പൊ ലെങ്ത് ഈ വരയ്ക്കുന്നതിൽ വ്യത്യാസം വരും. ഇപ്പൊ ഇവിടെ നമ്മള് 8 തന്നെ മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് ലൂസ് വിട്ടു, 1 ഇഞ്ച് തയ്യൽ തുമ്പിലും വിട്ടു. ഇനി ഇവിടെ കറക്റ്റ് നമ്മള് വേസ്റ്റ് റൗണ്ട് വരുന്നത് 13-ലാണ്. നിങ്ങളുടെ നിപ്പിൾ പോയിന്റ് തൊട്ട് അണ്ടർ ബ്രസ്റ്റ് എത്രയാണെന്ന് നോക്കാം. ചിലപ്പോൾ ചിലർക്ക് 12-ൽ ചില വരും. ഈ 12 നമ്മളിവിടെ അങ്ങനെ മാർക്ക് ചെയ്യണം നല്ലതായിരിക്കും കേട്ടോ. ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 13-ൽ നമ്മൾ മാർക്ക് ചെയ്യണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ മുകളിൽ 1/2 ഇഞ്ച് തയ്ക്കാനും പോവും, അടിയിൽ കൂട്ടി യോജിപ്പിക്കാനും തയ്ക്കാനും പോവും. അപ്പൊ 14-ൽ വേണം എടുക്കാനായിട്ട്. ഇവിടെ വേസ്റ്റ് റൗണ്ട് 13 ആണ്. അപ്പൊ തയ്ച്ചു വരുമ്പോ 13-ൽ നിൽക്കും കേട്ടോ. അപ്പൊ 14-ൽ മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 29 ആണ്. 29ന്റെ 4/1 പറയുന്നത് 7.25 ആണ്. അതാണ് 7.25. 7.25 മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കാം. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കാം.
നമ്മളിത് ബാക്ക് പാർട്ടാണ് ചെയ്യുന്നത്. ഡാർട്ട് നിങ്ങൾ ഇടുന്നുണ്ടെന്ന് വെച്ചാൽ ഡാർട്ട് സെപ്പറേറ്റ് നമ്മൾ ഡാർട്ടിന് വേണ്ടിയിട്ട് ഇപ്പുറത്ത് കുറച്ച് നമ്മൾ വിട്ടു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഡാർട്ട് വരുന്നത് 3.5 ഡാർട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഈ 3.5 തന്നെയാണ് നമ്മളിവിടെ മുകളിലോട്ട് മാർക്ക് ചെയ്യണത് കേട്ടോ. എന്നിട്ട് ഒരു 4 ഇഞ്ച് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും കൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാർട്ടിനുള്ളതായി. അപ്പൊ ഈ വിട്ടിരിക്കുന്നതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മളിവിടെ ആംബ്രൗണ്ടാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഷോൾഡർ സ്ലോപ്പായിട്ട് ഒരു 4 ഇഞ്ച് വിട്ടു കൊടുക്കാണ്. 1/2 ഇഞ്ച് നമ്മൾ തയ്ക്കാനായിട്ട് പോകും. അതിന് കഴിഞ്ഞ് മൊത്തം നമ്മൾ ഇതിന് എത്രയാണോ വരുന്നത് അതിന്റെ പകുതി കാണും. പകുതി കണ്ടിട്ട് ഈ പോയിന്റും 8.5 വരുന്നത്. അപ്പൊ നമ്മൾ ലൂസിലാണല്ലോ നമ്മൾ തയ്ച്ച് നിർത്തുന്നത്. അപ്പൊ ഈ പോയിന്റും വരത്തക്ക രീതിയിൽ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഒരു 1/2 ഇഞ്ച് ഈ പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. ഈ പോയിന്റും വരത്തക്ക രീതിയിൽ ഒരു റൗണ്ട് അങ്ങ് വരച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്ന കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നിടത്തുനിന്ന് ഇവിടേക്ക് ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. അതിപ്പോ എങ്ങനെ വേണിച്ചാലും വരയ്ക്കാൻ കഴിയും. ഇതാണ് ഇങ്ങനെയൊക്കെ വരച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ആം ഹോൾ കുഴിച്ചു വെട്ടാനുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ നെക്ക് വിടുത്ത് കൊടുക്കാൻ പോകുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. 3.5 ഇഞ്ചാണ് കൊടുക്കാൻ പോകുന്നത്. നെക്ക് വിടുത്ത് കൊടുക്കാൻ പോകുന്നത് 3.5 ഇഞ്ചാണ്. അപ്പൊ ഇനി നമ്മള് ബാക്ക് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 3.5 നമ്മൾ ഇങ്ങനെ വെറുതെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ക്യാൻവാസിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പോണേ കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ മാർക്ക് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ബാക്ക് പാർട്ട് വരച്ചു കഴിഞ്ഞു. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. ഇനി ഇതിൽ വേറെ ഒന്നുമില്ല. നല്ല ഷിഫോൺ പോലത്തെ അല്ലെങ്കിൽ ജോർജറ്റ് പോലത്തെ ഒക്കെ ഡ്രസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ലെങ്ത് 1 ഇഞ്ച് കൊടുക്കണം. ഇവിടെ ഇപ്പൊ കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാം. അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പൊ ഇത്രയാണ് ബാക്ക് പാർട്ട് വരെ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന് മൊത്തം ലെങ്ത് വരുന്നത് നമ്മള് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ലെങ്ത് ഇഷ്ടാനുസരണം എടുക്കാം. ഞാനൊരു 28, 29 ഒക്കെ ലെങ്ത്തിലായിരിക്കും എടുക്കുക. ഇത് നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ടായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോർഷനാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇത് നമ്മൾ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ 2ആക്കി മടക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത് ടോട്ടൽ ലെങ്ത്ത് എടുത്തിരിക്കുന്ന തുണി 30 നമ്മളിവിടെ ലെവൽ ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 14 ഇഞ്ച് നേരേക്ക് നമ്മളൊരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ബാക്ക് പാർട്ട് എങ്ങനെയാണോ നമ്മൾ വരച്ച ആ ബാക്ക് പാർട്ടിന്റെ പോർഷൻ എടുത്ത് നമ്മൾ ഫ്രണ്ട് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഫ്രണ്ട് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ ഒരു 6.5 ഇഞ്ചിലാണ്. ആദ്യം നമ്മൾ നെക്ക് ലെങ്ത് 6.5 ഇഞ്ചിൽ നമ്മൾ വെറുതെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആലിയ കട്ട് മോഡലിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് നമുക്ക് എത്ര ഗ്യാപ്പ് വേണമെന്ന് ഇത്രയാണ് നമ്മൾ നെക്ക് എടുക്കുന്നത്, നെക്ക് ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ എത്ര വേണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര തൊട്ട് ആലിയയുടെ ഈ കട്ട് വരണം എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്തായാലും ഒരു 5 ഇഞ്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത്. കുറച്ച് കയറുന്നാലും കുഴപ്പത്തില്ല. അപ്പം നമ്മുടെ
നിപ്പിൾ പോയിന്റ് വരുന്നത് ഇതാ ഇവിടെയാണ്. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നിപ്പിൾ പോയിന്റ് 9 ഇഞ്ച് താഴെ. അപ്പം നമ്മളൊരു 5 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലെവലിലാണ് വരുന്നത്. അപ്പം ഈ നിപ്പിൾ പോയിന്റ് ഈ താഴത്തുനിന്നായിരിക്കും ഇങ്ങോട്ട് മാർക്ക് ചെയ്യും വരുന്നത്. അപ്പം നമുക്കത് കറക്റ്റായിട്ട് വരും. ചിലത് ഇതിൻ്റെ മേലെ കൂടെ കയറി വരും. അപ്പോൾ ഒരു 5 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ആലിയ കട്ട് ചെയ്ത് ചെരിച്ച് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ലൂസ് ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടുണ്ടാകില്ലേ, ഈ തയ്യൽ തുമ്പിൻ്റെ ഈ പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കും. നമ്മളിങ്ങനെ സ്ട്രെയിറ്റിന് ഒരു വര വരച്ചു കൊടുക്കാം, ഇത്ര ഇടം വരെ. ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ തുണി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് തന്നെ മതിയാകും കേട്ടോ. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മുറിച്ചെടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മളിതിൽ വേറെ കണക്കും കാര്യങ്ങളൊന്നും നോക്കാനില്ല. അപ്പം ഈ ഒരു പോർഷൻ തന്നെ നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ചുരുക്കി എടുത്തിട്ട് ഇവിടെ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് വേറെ തുണി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൽ എത്രയാണ് നമുക്ക് മൊത്തം ലെങ്ത് വേണ്ടതെന്ന് മാത്രം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ ടോട്ടലി ഇപ്പോൾ ഞാനൊരു 29 എടുക്കണേ. അപ്പോൾ ഒരു 30 വെച്ചിട്ട് എടുക്കുക. അപ്പം മടക്കടിക്കാനുള്ളതും കൂടിയായിട്ട് എടുക്കുക. അപ്പോൾ ബാക്ക് പോർഷനിലും നമ്മൾ ഈ സെയിം അളവ് തന്നെയായിരിക്കും എടുക്കേണ്ടത്. ഇനി നമ്മൾ സ്ലീവാണ് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇത് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഈ രണ്ടാക്കി മടക്കിയിട്ടതിന് ഒന്നും കൂടെ ഒന്ന് മടക്കാം. മൊത്തം 4ആക്കിയിട്ടാണ് ഇങ്ങനെ മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് 4ആക്കി മടക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്ക് പോർഷൻ്റെ ഈ വാട്ടർ എടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ അളന്ന് നോക്കാം. ഈ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കാം. അപ്പം ഇതിൽ അളന്നപ്പോൾ 8.4 കിട്ടിയത്. അപ്പോൾ ഈ 8.4 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 7.4 സ്ലീവ് ചെയ്യുമ്പോൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 7.4 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി താഴത്തോട്ട് നമ്മൾ ഫുൾ സ്ലീവ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 3.5 കോമൺ മെത്തേഡിൽ 3.5 ഡെപ്ത് ആയിട്ട് കൊടുക്കേണ്ടത്. ഓരോ സ്ലീവിനും അതിൻ്റെതായ ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് 3.5 തന്നെ ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇതൊന്ന് കൂട്ടി വരച്ചു നോക്കാം. എന്നിട്ട് സെന്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ കൊടുക്കാം. അപ്പൊ ഈ അളക്കുമ്പോൾ നമ്മൾ എന്നിട്ട് ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മളിത് അളന്ന് നോക്കുമ്പോൾ എന്ത് കിട്ടണം, നമ്മൾ ബാക്ക് പോർഷനിൽ നിന്നും ആം റൗണ്ട് എത്ര അളന്ന് കിട്ടിയോ ആ അളന്ന് കിട്ടിയത് ഇവിടെ നമുക്ക് കിട്ടണം. അപ്പൊ ഇവിടെ എനിക്ക് ആ അളന്നത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ മസിൽ റൗണ്ട് വന്നിരിക്കുന്നത് 12ന്റെ പാതി 6ആണ്. ആ 6 നമ്മൾ ഇവിടെ നിന്ന് 6 മാർക്ക് ചെയ്യണം. 6 1 ഇഞ്ച് തയ്യൽ തുമ്പോട്ട് 6 മാർക്ക് ചെയ്യണം. 3/4 ഒരു 12 ഇഞ്ച് ലെങ്ത്ത് ഇവിടെ നിന്ന് നമ്മൾ 10 മെഷർമെന്റ് എടുത്തപ്പോൾ കിട്ടിയത്. അപ്പൊ നമ്മളിവിടെ 5 മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് തയ്യൽ തുമ്പിനും വിടുന്നു. 1 ഇഞ്ച് വേണ്ട, 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മളൊരു 4 ഇഞ്ച് വേണ്ട, 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനും വിടുന്നു. എന്നിട്ട് ഇതൊക്കെ ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ കട്ട് കൊടുക്കാം. ഇപ്പോഴേ തന്നെ നമ്മളൊരു നോച്ച് കൊടുക്കാം. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ എടുത്ത് ഇത്രയേ ഉള്ളൂ സ്ലീവിന്റെ പരിപാടി. ഇവിടെ നമ്മളൊരു നോച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിന്റെ സെന്റർ കണ്ടിട്ട് നമ്മൾ ഇവിടെയും ഒരു നോച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ നല്ല വശം കൂടെ ഇങ്ങനെ വെക്കാം. എന്നിട്ട്
പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സൂചീസൊക്കെ നമ്മൾ എടുക്കും. കറക്റ്റ് സെന്ററിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഭാഗം ഇട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ സെന്ററിലായിട്ട് ചെറിയ ആ സ്റ്റിച്ച് ഇടാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും ചേർത്ത് വെച്ചിട്ടൊരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നന്നായി അയൺ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അയൺ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ജസ്റ്റ് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണം അയൺ ചെയ്യാൻ കേട്ടോ. അപ്പോഴാണ് ആ പെർഫെക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിന്റെ ബോഡി പാർട്ട് ഇത് നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ഇവിടെ നിന്നൊരു സിംഗിൾ സ്റ്റിച്ചിങ്ങിന് ഇട്ട് കൊടുക്കുക. ഇപ്പുറത്തൊന്നും സിംഗിൾ സ്റ്റിച്ചിങ്ങിന് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഇതിന്റെ ഇത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതിങ്ങനെ പിന്നെ ചുറ്റി നമ്മൾ ഒന്നെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് എല്ലാം ഒരു സൈഡിലേക്കാക്കി പിന്ന് ചെയ്ത് വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ എന്നിട്ട് അയൺ ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിങ്ങനെ നേരെ ഇതിന്റെ മേലെ നല്ല വശം കൂട്ടും. എന്നിട്ട് ഇതിന്റെ സെൻട്രൽ പോർഷൻ ഫസ്റ്റ് ഇവിടെ അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു പിന്നെടുത്ത് അങ്ങ് കുത്തി കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ വേണം നമ്മളത് കുത്തി കൊടുക്കാൻ കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ അതേപോലെ തന്നെ പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ തുന്നിയത് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം കേട്ടോ. ഈ 1 സ്റ്റിച്ച് ആയിട്ട് ഇട്ടത് അത് നമ്മൾ വലിച്ച് റിമൂവ് ചെയ്ത് കളഞ്ഞേക്കണം. ഇങ്ങനെ തുറന്നു നോക്കിയാൽ ഇനി നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആലിയ കട്ട് കുർത്തി അല്ല ഷോർട്ട് കുർത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അയൺ ചെയ്ത് നന്നായി കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടെ അടിക്കാൻ സ്റ്റിച്ച് ചെയ്യാൻ പോണത് നമ്മൾ ബാക്ക് എത്ര വേണം നിങ്ങളുടെ ഇറക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ മടക്കി അടിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെയാണ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. ഞാനിത് മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനിയാണ് ഞാനിത് മടക്കി അടിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മളിവിടെ എന്ത് ചെയ്യും, ലോക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കേറി പോരെ. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കും ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഷോൾഡറും കൂടെ ജോയിൻ ചെയ്തെടുക്കാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഈ പോർഷൻ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായില്ല, ഫിനിഷ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോകണം കേട്ടോ. ഇതിങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളെ നോച്ചിട്ട ഭാഗം ഉണ്ടല്ലോ അത് ഫ്രണ്ടിലേക്ക് വരുന്നു. അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നോച്ചിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്ലീവ് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പുറത്ത് ഇതേപോലെ വയ്ക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിലൊരു പണിയുള്ളത് ഇങ്ങനെ വെച്ച് കൂട്ടി അടിച്ചു കൊടുക്കാം. അപ്പം വളരെ മനോഹരമായിട്ടുള്ളൊരു ഷോർട്ട് കുട്ടി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.